എന്നിട്ട് ആധാരം തിരിച്ചു കിട്ടിയോ? കിട്ടി. ഒരു മാസത്തിന് ശേഷം. അതോടെ ഞങ്ങൾ തമ്മിൽ മാനസികമായിട്ട് അകന്നു പോയി സാർ. പിന്നീട് നിങ്ങൾ തമ്മിൽ കണ്ടില്ലേ? എത്രയായാലും എനിക്ക് എൻ്റെ മകളെ കാണാതിരിക്കാൻ ഒക്കുമോ? ഞാനൊരു ദിവസം എൻ്റെ മോളെ കാണാൻ പോയി. ഔസേപ്പച്ചൻ ദൈവത്തെ ഓർത്ത് എന്നെ വഴക്ക് പറയരുത്. ഞാൻ എൻ്റെ മോളെ ഒന്ന് കണ്ടോട്ടെ ഔസേപ്പച്ച. സാധ്യമല്ല. തനിക്ക് ഒരു മോളുണ്ട്, അത് ഓർത്തെങ്കിലും എൻ്റെ മോളെ കാണാൻ അനുവദിക്കും. സാധ്യമല്ലെന്ന് പറഞ്ഞില്ലടോ. മോളെ മോളെ എന്താണ് ഔസേപ്പച്ച? എന്തോ എനിക്ക് എൻ്റെ മോളെ കണ്ടൂടെ? പറ്റില്ല. എന്നെ വിടാം. തൂക്കം പുറത്തുകളയടാ. വിടോ വിടോ വിടാ. എന്നെ വിടാ. നിനക്ക് എന്ത് വേണം? എടാ എന്നെ വിടാനാണ് പറഞ്ഞത്. പിന്നെ നിങ്ങളാരും അങ്ങോട്ട് പോയില്ലേ? പോയാലും അയാൾ കാണാൻ അനുവദിക്കില്ല സാർ. കുറെ കത്തുകൾ അയച്ചു, 1-2 മറുപടി വന്നു, പിന്നെ അതുമില്ല. അയാൾ അതിനും സമ്മതിച്ച് കാണൂല സാർ. ഈ കത്തുകളൊക്കെ ഇപ്പൊ എവിടെ ഉണ്ട്? വീട്ടിൽ കാണും. അപ്പൊ നിങ്ങൾ ഓമനെ നേരിട്ട് അവസാനമായി കണ്ടത് ആ ബഹളം ഉണ്ടായ ദിവസമാണോ? അല്ല, നീട്ടി ചേച്ചി ആസ്പത്രിയിലാണെന്ന്. എന്ത് പറ്റി മോളെ? വിഷം കഴിച്ചെന്ന്. മോളെ ചേച്ചി. ഓമനെ മോളെ, നീ എന്തിനാ ഇത് ചെയ്തത്? പറ മോളെ. മോളെ അപ്പച്ചനോട് പറ മോളെ. പ്ലീസ് പുറത്തേക്കാൻ പറയും. മോളെ അപ്പച്ചി ഇങ്ങോട്ട് വരൂ. പിന്നെ ഞാൻ കാണുന്നത് എന്റെ മകളുടെ ശവശരീരമാണ് സാർ. വസ്തുവിന്റെ പ്രമാണത്തെ ചൊല്ലി നിങ്ങൾ ഓസേപ്പച്ചനും തമ്മിൽ വഴക്കുണ്ടായെന്ന് പറഞ്ഞല്ലോ. ആ സംഭവത്തിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞാണ് ഓമന വിഷം കഴിക്കുന്നത്? കുറച്ച് ദിവസം കഴിഞ്ഞു കാണും, കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല.